എല്ലാവർക്കും നമസ്കാരം. കൊമേഴ്സ് ഗൈഡിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 2025 നടക്കാനിരിക്കുന്ന എക്സാമിന്റെ കൊമേഴ്സ് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊമേഴ്സ് സിലബസിലെ ഒന്നാമത്തെ മൊഡ്യൂളിലെ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ഏരിയയാണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. പല എക്സ്പെർട്ടും പല ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂൺസ് ആൻഡ് ഒഡണൽ എന്ന് പറയുന്ന എക്സ്പേർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. വൈഡ്ലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഫംഗ്ഷനും ഇത് തന്നെയാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ 5 ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്? ഒന്ന് പ്ലാനിംഗ് ആണ്, രണ്ടാമത്തത് ഓർഗനൈസിംഗ് ആണ്, മൂന്നാമത്തത് സ്റ്റാഫിംഗ് ആണ്, നാലാമത്തത് ഡയറക്റ്റിംഗ് ആണ്, അഞ്ചാമത്തത് കൺട്രോളിംഗ് ആണ്. അതായത് കൂൺസ് ആൻഡ് ഒഡണൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ഇത്രയും ഫംഗ്ഷനിലൂടെ മൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിലെ ഓരോ ഫംഗ്ഷനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് പ്ലാനിംഗ്. പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവാണ്, അല്ലെ ഓർഗനൈസേഷൻ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് പ്ലാൻ ചെയ്ത് വെക്കണം, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, അല്ലെ? ഇപ്പൊ മാനേജ്മെന്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനും പ്ലാനിങ് തന്നെയാണ്, അല്ലെ? ഓക്കെ, അപ്പൊ പ്ലാനിങ് എന്താണ്? ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ്, അല്ലെ? വാട്ട് ടു ഡു, എന്താണോ ചെയ്യാൻ പോകുന്നത് അത് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യുന്നതാണ് പ്ലാനിങ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? വാട്ട് ടു ഡു, ഹൗ ടു ഡു, വൈ ടു ഡു, വേർ ടു ഡു, ഹു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്ലാനിങ്ങിൽ വരും. ഓക്കെ, ഇനി കൂൺസ് ആൻഡ് ഒഡണല് പ്ലാനിങ്ങിനെ ഡിഫൈൻ ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കൂ. പ്ലാനിങ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ടു വേർ വി വാണ്ട് ടു ഗോ. അതായത് നമ്മൾ ഇപ്പൊ എവിടെയാണ്, നമുക്ക് എവിടേക്കാണ് പോവേണ്ടത്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇത് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാനിങ്. ഓക്കെ, ഇനി വേറൊരു സെന്റൻസ് കൂടി അതിൽ വരുന്നുണ്ട്, അത് നോക്കൂ. ഇറ്റ് മേക്ക് ഇറ്റ് പോസിബിൾ ഫോർ തിങ്സ് ടു ഒക്കർ വിച്ച് വുഡ് നോട്ട് അതർവൈസ് ഹാപ്പൻ. അതായത് നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പ്ലാനിങ് എന്താണ്? ആവശ്യമാണ്. ഓക്കെ, ഇതാണ് പ്ലാനിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടും 5 ഫംഗ്ഷൻ ആണ് പ്ലാനിങ്ങിന് ഉള്ളത്. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്, അല്ലെ? ഓർഗനൈസേഷന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അല്ലെ? അപ്പം പ്ലാനിങ്ങിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ആ ഒരു ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസിംഗ് ദ സിറ്റുവേഷൻ. ഓർഗനൈസേഷന്റെ കറണ്ട് സിറ്റുവേഷൻ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. അതില് ഓർഗനൈസേഷന് ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. എന്നാലേ ഓർഗനൈസേഷന്റെ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർഗനൈസേഷന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് SWOT അനാലിസിസ്. ഇതൊന്ന് നോക്കി വെക്കണേ. എന്താണ് SWOT അനാലിസിസ്? എസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്, ഡബ്ല്യു വീക്ക്നെസ് ആണ്, ഓ ഓപ്പർച്യൂണിറ്റി ആണ്, ടി ത്രെറ്റ് ആണ്. അപ്പൊ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് SWOT അനാലിസിസ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ കറണ്ട് സിറ്റുവേഷനെ കുറിച്ച് അനലൈസ് ചെയ്തു. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്, അല്ലെ? ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് ഇംപ്ലിമെന്റിംഗ് പ്ലാൻ. ഈ സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇത് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, അല്ലെ? അതായത് ആക്ഷനിലേക്ക് കൊണ്ടുവരണം. അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് മോണിറ്ററിംഗ് ആൻഡ് റിവ്യൂയിങ്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെയാണോ മുന്നോട്ട് പോകുന്നത് എന്ന് അനലൈസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റേജ് ആണ് ലാസ്റ്റ് സ്റ്റേജ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്ത നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്ലാൻ ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ 4 ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഉണ്ടാവും. ഓക്കെ, അതിൽ ഒന്നാമത്തെ പ്ലാൻ ആണ് സ്ട്രാറ്റജിക് പ്ലാൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാൻ ആണ് സ്ട്രാറ്റജിക് പ്ലാൻ. അതൊരു ലോങ് ടേം പ്ലാൻ ആണ് കേട്ടോ. അതായത് ഓർഗനൈസേഷൻ വൈഡ് ആയിട്ടുള്ള ഒരുപാട് ഗോൾസ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്ലാൻ ആണ് സ്ട്രാറ്റജിക് പ്ലാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ രണ്ടാമത്തെ ടൈപ്പ് ആണ് ടാക്ടിക്കൽ പ്ലാൻ. മീഡിയം ടേം പ്ലാൻ എന്ന് അറിയപ്പെടാറുണ്ട്. എന്താണ് ടാക്ടിക്കൽ പ്ലാൻ? അതായത് ഓർഗനൈസേഷനിൽ ഒരുപാട് ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ഓരോ ഗോൾസ് ഉണ്ടാവും. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്ലാൻ ആണ് ടാക്ടിക്കൽ പ്ലാൻ. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ഓപ്പറേഷണൽ പ്ലാൻ. ഷോർട്ട് ടേം പ്ലാൻ എന്നും അറിയപ്പെടാറുണ്ട്. ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും, അല്ലെ? അതാണ് ഓപ്പറേഷണൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ലാസ്റ്റ് ടൈപ്പ് ആണ് കണ്ടിജൻസി പ്ലാൻ. അതായത് ഓർഗനൈസേഷനിൽ ചില അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ മൂവ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. അതാണ് കണ്ടിജൻസി പ്ലാൻ. ഇതൊരു ബാക്കപ്പ് പ്ലാൻ ആണ്, അല്ലെ? ഓക്കെ, ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് നോക്കുവാണ്. ഓർഗനൈസിങ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓർഗനൈസിങ് ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷനിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തു, അല്ലെ? ഇനി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ആ ഒരു സ്റ്റേജ് ആണ് ഓർഗനൈസിങ്. അപ്പൊ എന്താണ് ഓർഗനൈസിങ്? ഓർഗനൈസേഷനിൽ പല ടൈപ്പ് ഓഫ് റിസോഴ്സുകൾ ആവശ്യമാണ്, അല്ലെ? ഈ റിസോഴ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുക, ടാസ്കുകളൊക്കെ അറേഞ്ച് ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന സ്റ്റേജ് ആണ് ഓർഗനൈസിങ്.
ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ഓഫ് റിസോഴ്സുകളാണ് ഓർഗനൈസേഷന് പ്രധാനമായിട്ട് ആവശ്യം? ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്, മെറ്റീരിയൽ ആവശ്യമാണ്, ടെക്നോളജി ആവശ്യമാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഓർഗനൈസിങ്. അതേപോലെ തന്നെ ഓർഗനൈസേഷനിലുള്ള റിസോഴ്സുകളൊക്കെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യുന്ന സ്റ്റേജും ഓർഗനൈസിങ് ഫംഗ്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇനി ഓർഗനൈസിങ്ങിന്റെ പ്രോസസ്സ് എന്തൊക്കെയാന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 സ്റ്റെപ്പാണ് ഓർഗനൈസിംഗിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. എന്താണ് ഡിവിഷൻ ഓഫ് വർക്ക്? ഓർഗനൈസേഷന്റെ ടോട്ടൽ വർക്ക് ചെറിയ ചെറിയ സ്മോൾ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓക്കെ, ദെൻ അതാണ് ഒന്നാമത്തെ സ്റ്റേജ് കേട്ടോ ഓർഗനൈസിംഗിന്റെ. ഇനി ഓർഗനൈസിംഗ് സ്റ്റേജിൽ ഡിവിഷൻ ഓഫ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഡിപ്പാർട്ട്മെന്റേഷൻ ആണ്. എന്താണ് ഡിപ്പാർട്ട്മെന്റേഷൻ? അതായത് സിമിലർ ടാസ്ക് ഒക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കും. ഇപ്പം സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കി തിരിക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്, ഡിപ്പാർട്ട്മെന്റേഷൻ. ഇനി മൂന്നാമത്തെ പ്രോസസ് ആണ് ലിങ്കിങ് ഡിപ്പാർട്ട്മെന്റ്. അതായത് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? ലിങ്ക് ചെയ്യുക. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. നാലാമത്തത് അസൈനിങ് ഡ്യൂട്ടീസ്. ഓർഗനൈസേഷനിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ഈ ഓരോ എംപ്ലോയീസിനും ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ? അത് ഓർഗനൈസിംഗിൽ വരുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ. അതായത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേജ് ആണ്. ഓക്കെ, ദെൻ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസിംഗിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ആണ്. അതായത് ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയിയും ആരെ അടുത്തുനിന്ന് ഓർഡർ റിസീവ് ചെയ്യണം, ഏത് സുപ്പീരിയർ അടുത്തുനിന്ന് ഓർഡർ റിസീവ് ചെയ്യണം, ആരോടാണ് ഓരോ എംപ്ലോയിയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ഇത് ഡിഫൈൻ ചെയ്യണം അല്ലെ? അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രയാണ് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ അടുത്ത ഫംഗ്ഷൻ ആണ് ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ്? ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ഗൈഡ് ചെയ്താൽ മാത്രമേ അവർ എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആ ഒരു സ്റ്റേജ് ആണ് ഡയറക്റ്റിംഗ് അഥവാ ലീഡിംഗ്. ഓക്കെ, ദെൻ അതിൽ വരുന്ന കാര്യങ്ങൾ നോക്കൂ. ലീഡിംഗ് ഇൻവോൾവ് മോട്ടിവേറ്റിംഗ്, ഗൈഡിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിംഗ് എംപ്ലോയീസ് ടുവേർഡ്സ് അച്ചീവിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ് അല്ലെ? അതായത് ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ഇൻഫ്ലുവൻസ് ചെയ്യുകയും വേണം. അതാണ് എന്ത്? ലീഡിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഡയറക്റ്റിംഗിൽ എന്തൊക്കെ പ്രോസസ് ആണ് പ്രധാനമായിട്ട് വരുന്നത്? ഒന്ന്, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം അല്ലെ? എങ്ങനെയൊക്കെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം? എംപ്ലോയീസിന് ഇൻസെന്റീവ്സ് കൊടുക്കുക, റെക്കഗ്നേഷൻ കൊടുക്കുക, റിവാർഡ് കൊടുക്കുക. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു പ്രോസസ് ആണ് കമ്മ്യൂണിക്കേറ്റിംഗ് എഫക്റ്റീവ്ലി. എംപ്ലോയീസ് ആയിട്ട് എന്ത് ചെയ്യുക? എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക, എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് റീസോൾവ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത ഡയറക്റ്റിംഗിൽ വരുന്ന മറ്റൊരു ഫംഗ്ഷൻ ആണ് ലീഡർഷിപ്പ് സ്റ്റൈൽ. അതായത് ഓർഗനൈസേഷനിൽ ഒരുപാട് മാനേജേഴ്സ് ഉണ്ടാവും. ഈ മാനേജേഴ്സ് ഒക്കെ ലീഡേഴ്സ് തന്നെയാണ് അല്ലെ? അപ്പൊ ഏത് ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിലാണ്. ദെൻ ടീം ബിൽഡിംഗ്. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ടീമാണ് അല്ലെ? ഒരു ടീം വർക്ക് ആണ്. അപ്പോൾ ഈ ടീം വർക്കിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതും ഈ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡയറക്റ്റിംഗിൽ പഠിക്കാനുള്ളത്. ദെൻ അടുത്തത് സ്റ്റാഫിംഗ് ആണ്. എന്താണ് സ്റ്റാഫിംഗ്? ഓർഗനൈസേഷന് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റേജ് ആണ് സ്റ്റാഫിംഗ്. ഓക്കെ, ഇപ്പൊ സ്റ്റാഫിംഗിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഒന്ന്, ഫില്ലിംഗ് ഓർഗനൈസേഷന്റെ പൊസിഷൻ, ഓർഗനൈസേഷന്റെ പൊസിഷൻസ്, അതായത് ഓരോ പൊസിഷൻസ് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. രണ്ടാമത്തത് റീറ്റെയിനിങ് പേഴ്സണൽ. ഓർഗനൈസേഷനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? റീറ്റെയിൻ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനെ ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതൊക്കെ സ്റ്റാഫിംഗിൽ വരുന്ന ഫങ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഇനി മാനേജ്മെന്റ് ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ്. എന്താണ് കൺട്രോളിംഗ്? നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ പ്ലാൻ ചെയ്തു, രണ്ടാമത്തെ സ്റ്റേജിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു, ദെൻ ഓർഗനൈസേഷനെ എംപ്ലോയീസിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞു, സ്റ്റാഫിംഗ് കഴിഞ്ഞു. ലാസ്റ്റ് സ്റ്റേജ് എന്താണ്? കൺട്രോളിംഗ് ആണ് അല്ലെ? അതായത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെയാണോ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് കൺട്രോളിംഗ്. ഓക്കെ, അപ്പൊ കൺട്രോളിംഗിന്റെ സ്റ്റെപ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെ? നമുക്ക് ഓർഗനൈസേഷന്റെ ഓരോ കാര്യങ്ങളും പ്ലാൻ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റേജ് എന്താണ്? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഓർഗനൈസേഷനിലെ ഒരു ബെഞ്ച് മാർക്ക് പെർഫോമൻസ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുക. ഇപ്പം സെയിൽസ് ഇൻക്രീസ് ചെയ്യണം, അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, ഇത്ര സെയിൽസ് അച്ചീവ് ചെയ്യണം, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തു. രണ്ടാമത്തത് മെഷറിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. ഈ വർഷം ഉണ്ടായിട്ടുള്ള ആക്ച്വൽ സെയിൽസ് നമ്മൾ എന്ത് ചെയ്തു? മെഷർ ചെയ്തു. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ദെൻ കമ്പയറിംഗ് ദ പെർഫോമൻസ് ടു സ്റ്റാൻഡേർഡ്. ഓർഗനൈസേഷന്റെ ആക്ച്വൽ സെയിൽസ് പെർഫോമൻസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അതാണ് ലാസ്റ്റ് സ്റ്റേജ്, ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ. ഓക്കെ, അപ്പൊ ഈ
4 സ്റ്റെപ്പാണ് കൺട്രോളിംഗ് പ്രോസസ്സിലുള്ളത്. ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, രണ്ടാമത്തത് ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, മൂന്നാമത്തത് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു, കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നു. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കൺട്രോൾ. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ? ഒന്ന് ഫീഡ് ഫോർവേഡ് കൺട്രോൾ ആണ്. അതായത് ഒരു പ്രോബ്ലം ഒക്കർ ചെയ്യുന്നതിന് മുന്നേ അത് പ്രിവെന്റ് ചെയ്യുന്ന പ്രോസസ് ആണ് ഫീഡ് ഫോർവേഡ് കൺട്രോൾ. ദെൻ രണ്ടാമത്തത് കൺകറന്റ് കൺട്രോൾ. അതായത് റിയൽ ടൈം ആയിട്ട് ആക്ടിവിറ്റി മോണിറ്റർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. അതാണ് കൺകറന്റ് കൺട്രോൾ. ദെൻ ഫീഡ്ബാക്ക് കൺട്രോൾ ഉണ്ട്. അതായത് ഒരു ടാസ്ക് പെർഫോം ചെയ്തതിന് ശേഷം അത് ഇവാലുവേറ്റ് ചെയ്യുന്ന കൺട്രോൾ ആണ്. ഓക്കെ, അതാണ് ഫീഡ്ബാക്ക് കൺട്രോൾ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യുന്നു, സ്റ്റാഫിംഗ് വരുന്നു, ലാസ്റ്റ് സ്റ്റേജ് കൺട്രോളിംഗ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസൈഡിങ് ഹൗ ടു അച്ചീവ് ദം? ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ അത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാം. ഇത് ഏത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ആണ്? പ്ലാനിങ് ആണ് അല്ലെ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് അസൈനിങ് ടാസ്ക് ആൻഡ് കോർഡിനേറ്റിംഗ് റിസോഴ്സസ്. ടാസ്ക് ഓരോ എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കുക, റിസോഴ്സസ് കോർഡിനേറ്റ് ചെയ്യുക. ഇത് ഏത് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റിൽ വരുന്നതാണ്? ഓർഗനൈസിംഗ് ആണ് അല്ലെ? ഓർഗനൈസിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ദെൻ അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ensuring that actual performance meets the planned objective is part of which management function? അതായത് ആക്ച്വൽ പെർഫോമൻസ് പ്ലാൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള എൻഷുർ ചെയ്യുന്ന മാനേജ്മെന്റ് ഫംഗ്ഷൻ ഏതാണ്? ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് അല്ലെ? കൺട്രോളിംഗ് ആണ്. നമ്മൾ പറഞ്ഞ ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യും, സ്റ്റാൻഡേർഡും ആക്ച്വലും ആയിട്ട് കമ്പയർ ചെയ്യും അല്ലെ? ആ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ വരുന്നത് കൺട്രോളിംഗ് ഫംഗ്ഷൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡയറക്റ്റീവ് ഫംഗ്ഷൻ? ഡയറക്റ്റീവ് ഫംഗ്ഷനിൽ വരാത്ത ആക്ടിവിറ്റി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. എ മോട്ടിവേഷൻ ആണ്, അത് ഡയറക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണ്. ദെൻ ലീഡർഷിപ്പും ഡയറക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണ്. സൂപ്പർവിഷനും ഡയറക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണ് അല്ലെ? ഡയറക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? ലീഡ് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ അതൊക്കെ ഡയറക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണ്. ദെൻ ബഡ്ജറ്റിംഗ് ഡയറക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്നതാണോ? അല്ല. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, which management function ensure that employees work towards organizational goal? ഓപ്ഷൻ എ പ്ലാനിംഗ്, ഓപ്ഷൻ ബി ഓർഗനൈസിംഗ്, ഓപ്ഷൻ സി ഡയറക്റ്റിംഗ്, ഓപ്ഷൻ ഡി കൺട്രോളിംഗ്. എന്താ അവിടെ പറഞ്ഞത്? അതായത് എംപ്ലോയീസ് ഓർഗനൈസേഷണൽ ഗോളിലേക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? ഡയറക്റ്റിംഗ് ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് അസൈനിങ് റെസ്പോൺസിബിലിറ്റീസ് ടു എംപ്ലോയീസ് ഈസ് പാർട്ട് ഓഫ് ഓപ്ഷൻ എ പ്ലാനിംഗ്, ഓപ്ഷൻ ബി ഓർഗനൈസിംഗ്, ഓപ്ഷൻ സി ഡയറക്റ്റിംഗ്, ഓപ്ഷൻ ഡി കൺട്രോളിംഗ് അല്ലെ? ഇവിടെ ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ആക്കിയിട്ട് തിരിക്കാം, റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കുക എംപ്ലോയീസിന് അല്ലെ? ഇതൊക്കെ ഏത് ഫംഗ്ഷനിൽ വരുന്നതാണ്? ഓർഗനൈസിംഗ് ഫംഗ്ഷനിൽ വരുന്നതാണ്, നമ്മൾ പറഞ്ഞതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഈ എക്സാം എഴുതുന്ന നിങ്ങളെ ഫ്രണ്ട്സിനെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ ഫ്രീ ക്ലാസ്സസ് ആണ് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.